ശ്രീ ഷാബു പ്രസാദ്, എങ്ങോട്ടാണ് പോകുന്നത്? ഗവർണർക്ക് നിങ്ങൾ പിന്തുണ നൽകുമ്പോൾ, പക്ഷെ ഇവിടെ രാജ്ഭവനിലേക്ക് വന്ന അതിഥികളെ അത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ശ്രദ്ധിക്കാതെ ഗവർണർ ഒരു ചായ സൽക്കാരത്തിന് പോലും വിളിക്കാതെ ഇങ്ങനെ മുഖം കറുപ്പിച്ച് നിന്നത്, ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത് അത് ഒഴിവാക്കാമായിരുന്ന ഒന്നല്ലേ? ഇതെല്ലാം ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് മഞ്ജുഷേ. ഒരിക്കലും മഞ്ജുഷേ ഭയങ്കരമായിട്ട് എക്കോ ഇങ്ങോട്ട് ഒന്നും പറയാൻ പറഞ്ഞോളൂ. പരിഹരിക്കാം. അത് കാര്യം ഞാൻ പറയുന്ന അതേ വോളിയത്തിൽ ഇങ്ങോട്ട് കേൾക്കുകയാണ്. അതാണ് ഇതെല്ലാം തന്നെ ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണ്. ഒരിക്കലും ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയും ഭരണഘടനാ തലവനും തമ്മിൽ ഉണ്ടാകാൻ പാടില്ലാത്ത എന്തെല്ലാം ഇഷ്യൂവാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് സത്യം പറഞ്ഞാൽ രാജ്ഭവനിലെ ആ കാഴ്ച കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാമല്ലോ. അതായത് കേരളത്തിലെ നമുക്ക് ഓരോരുത്തർക്കും വളരെ ഓരോ പൗരനും വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് ഉണ്ടായത്. പക്ഷേ ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് ആരാണെന്ന് എത്രയോ ഗവർണർമാർ, എത്രയോ മുഖ്യമന്ത്രിമാർ ഈ കേരളത്തിൽ വന്നിട്ടുണ്ട്. എന്തെങ്കിലും നമ്മൾ ഇതുപോലൊരു കാഴ്ച കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഗവർണർക്കെതിരെ ഒരു മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തുടനീളം ഓടി നടന്ന് തെറി വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഒരു ഗവർണർക്കെതിരെ എപ്പോഴെങ്കിലും ഒരു ഭരണകക്ഷിയോ സർക്കാരിലുള്ളവരോ അതായത് മുഹമ്മദ് റിയാസ് പറഞ്ഞ എന്താണ്? ബ്ലഡി ആരിഫ് ഖാൻ ഷട്ട് യുവർ ബ്ലഡി മൗത്ത് എന്ന് പറയാൻ ഞങ്ങൾക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഈ രീതിയിൽ ഇവിടെ സംസ്ഥാനത്ത് അദ്ദേഹം ഭരണഘടനാ തലവനാണ്. ഇവിടെ ഓണാഘോഷം നടക്കുന്നു, അല്ലെങ്കിൽ വലിയ സംഭവങ്ങൾ നടക്കുന്നു, ഗവർണറെ മനഃപൂർവ്വം ക്ഷണിക്കാതിരിക്കുക, അതിന് വരാതിരിക്കുക. ഈ രീതിയിൽ ഒരു മനുഷ്യനെ, ഒരു ഗവർണറെ, ഒരു ഭരണഘടനാ തലവനെ ഏതെല്ലാം രീതിയിൽ അപമാനിക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. പിന്നെ ഈ അവഗണനയുടെ സുഖം എന്താണെന്ന് മുഖ്യമന്ത്രി അറിയുന്നത് വളരെ നല്ലതാണ്. കാര്യം ഈ മനുഷ്യനെ കൂടെ ഒപ്പമുള്ളവരെ പോലും എത്ര നീചമായ രീതിയിലാണ് ഈ മനുഷ്യൻ അപമാനിച്ചിരിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും അടുത്ത കാലത്തെ ഒരു സംഭവ സാക്ഷിയാണ്. ഇവരുടെ ഈ നവകേരള യാത്രയുടെ അവസാനം ഇവരുടെ തന്നെ സഹയാത്രികനായ ചാനലുകളിൽ കിടന്ന് തൊണ്ടകീറി ഇവരെ ന്യായീകരിക്കുന്ന, എപ്പോഴും കിടന്ന് ഒച്ചയും വിളിയും ബഹളവും മുഴുവനും LDFന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ അരുൺകുമാർ എഴുതി ഈ നവകേരള അവരുടെ സർക്കാരിന്റെ നല്ല കാര്യങ്ങളെപ്പറ്റി തന്നെ എഴുതിയ ഒരു പുസ്തകം ഒരു സ്റ്റേജിൽ കൊണ്ടുപോയി ഈ മുഖ്യമന്ത്രിക്ക് കൊടുത്തപ്പോൾ ഈ മുഖ്യമന്ത്രി കാണിച്ച ആ അഹങ്കാരവും ധാർഷ്ട്യവും അവഗണനയും കണ്ടില്ല. ഒരു മനുഷ്യനെ ഇതിൽ കൂടുതൽ അപമാനിക്കാൻ കഴിയുമോ? അതായത് അവരുടെ സ്വന്തം ആൾക്കാരാണത്. നിങ്ങളുടെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു മാധ്യമപ്രവർത്തകനെയാണ്. അതുപോലെ മാധ്യമപ്രവർത്തകരെ കടക്ക് പുറത്ത് എന്നും പറഞ്ഞുകൊണ്ട് അപമാനിച്ചിറക്കി വിടുക, എങ്ങനെയെല്ലാം മറ്റുള്ളവരെ, അതായത് തന്നോട് യോജിക്കാത്തവരെ, എതിർപക്ഷത്ത് നിൽക്കുന്നവരെ എങ്ങനെയെല്ലാം വൃത്തികെട്ട രീതിയിൽ അപമാനിക്കാമോ അതെല്ലാം ചെയ്യുന്ന ഈ മുഖ്യമന്ത്രി ഇത് അർഹിക്കുന്നില്ലേ എന്നും ആൾക്കാർ ചോദിച്ചാൽ നമുക്ക് രണ്ട് ഭരണഘടനാ പദവികളാണ് ഏറ്റുമുട്ടുന്നത്. ഇത് ഈഗോയാണ്. അല്ല, മുഖ്യമന്ത്രിയെ ഒന്ന് അപമാനിക്കണം എന്ന് മനസ്സിലുണ്ടായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്. അത് അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അങ്ങനെയായിരുന്നു. മുഖ്യമന്ത്രി ആ സദസ്സിൽ മുൻസീറ്റിൽ തന്നെ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണർ വന്ന് മുഖ്യമന്ത്രിയോട് കൈകൂപ്പി മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് പോകുന്നതാണ് കീഴ്വഴക്കം എന്ന് പറയുന്നത്. അവിടെ മുഖ്യമന്ത്രി ഗവർണറെ കാത്തു നിന്നിട്ടും ഗവർണർ നേരെ ആ കണ്ട ആളുകളോട് മാത്രം ഇങ്ങനെ കൈകൂപ്പി നേരെ വേദിയിലേക്ക് കയറി പോകുന്നു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ പോകേണ്ടി വരുന്നു. അവിടെ ദേശീയഗാനം പാടുമ്പോൾ എണീറ്റ് നിന്ന് ദേശീയഗാനം കഴിഞ്ഞതിന് ശേഷം പോലും പരസ്പരം നോക്കുന്നില്ല. മുൻപൊന്നും അങ്ങനെ ആയിരുന്നില്ല. പരസ്പരം കണ്ട് ചിരിക്കുന്നു, എന്തെങ്കിലും കുശലം പറയുന്നു. ഇതൊക്കെ ഉണ്ടാകാറുള്ളതാണ്. അത് ഉണ്ടായില്ല. നിയുക്ത മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അവരുടെ നേരെ മാത്രം നോക്കി നിൽക്കുന്നു. കഴിഞ്ഞതിന് ശേഷം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴും മുഖ്യമന്ത്രിയെ ഗൗനിക്കുന്നില്ല. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ മറ്റുള്ളവർക്ക് നേരെ കൈകൂപ്പി ഇറങ്ങിപ്പോകുന്നു.
ഇങ്ങനെ ഈ സമയത്ത് ഈ ചടങ്ങ് അവസാനിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് ചായ സൽക്കാരത്തിന് ക്ഷണിച്ചുകൊണ്ട് പോകുന്നതാണ് പതിവ്. അതിനും മെനക്കെട്ടില്ല. മറ്റൊരു കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത് മന്ത്രി AK ശശീന്ദ്രൻ എനിക്ക് തോന്നുന്നു ഇക്കാര്യം അറിഞ്ഞില്ല. അദ്ദേഹം മാത്രം അവിടെ ചായ കുടിക്കാൻ നിന്നു, ചായ കുടിച്ച് മടങ്ങുകയും ചെയ്തു. ഈ ഒരു MLA, കുട്ടനാട് MLA തോമസ് കെ തോമസ്, അദ്ദേഹം രാജ്ഭവന് വെളിയിൽ നിന്ന് പറഞ്ഞത് നല്ല സന്തോഷത്തിലായിരുന്നു ഗവർണർ, ഞങ്ങളൊക്കെ ചായ കുടിച്ചു, ഞങ്ങൾക്കൊക്കെ ചായ അദ്ദേഹം എടുത്തു തന്നു എന്നാണ്. അതായത് മുഖ്യമന്ത്രി എപ്പോഴൊക്കെ വേദിയിൽ ഉണ്ടായിരുന്നുവോ അപ്പോഴൊക്കെ മുഖം കറുപ്പിച്ചു നിന്ന ഗവർണർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോയ ശേഷം സാധാരണ പോലെ സന്തോഷവാനായിരുന്നു മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ. ഇതും ഇന്ന് രാജ്ഭവനിൽ കണ്ട കാഴ്ചയാണ്. ശ്രീ സലീം മടബൂർ, ഇവിടെ ഷാബു പറഞ്ഞത് ഇത് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു ഡോസ് കിട്ടേണ്ടതായിരുന്നു എന്നാണ് താങ്കളുടെ ഒരു കാര്യം കൂടെ. എന്താണ് ഷാബു? ഒറ്റ കാര്യം കൂടെ മഞ്ജുഷ, ഒരേ ഒരു കാര്യം കൂടെ. അതായത് വേറൊന്നുമല്ല, ഇപ്പം മഞ്ജുഷ ഇപ്പം പറഞ്ഞതിനും കൂടെ ഒരു കാര്യം വ്യക്തമാണ്. ഗവർണർ എല്ലാവരോടും വളരെ സൗമ്യമായിട്ടും ചിരിച്ചുകൊണ്ടും പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയോട് മാത്രമാണ് ഇന്നിങ്ങനെ മുഖം കറുപ്പിച്ചത്. എന്നാൽ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നൊരു വ്യക്തി ലോകത്ത് ഇന്ന് വരെ മഞ്ജുഷിന്റെ അനുഭവത്തിൽ, മാധ്യമ ജീവിതത്തിൽ ഇന്ന് വരെ വിനയം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സൗമ്യത എന്ന് പറയുന്നതോ ഈ മനുഷ്യന്റെ മുഖത്തോ പെരുമാറ്റത്തിലോ സമീപത്തിലോ കണ്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രി അങ്ങനെയാണ്. പക്ഷേ ഗവർണർ എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറുന്ന ഈ ഗവർണറെ കൊണ്ട് പോലും ഈ രീതിയിൽ പെരുമാറിച്ചുവെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്ക് തന്നെയാണ്.